ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നൈസ് പത്തിരിയാണ്. ഇതുപോലെ നല്ല സോഫ്റ്റായ പത്തിരി വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പത്തിരി ഉണ്ടാക്കാൻ വളരെ സിമ്പിളായ കാര്യമാണ്, ഒട്ടും ബുദ്ധിമുട്ടില്ല. 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതുപോലെ നല്ല സൂപ്പർ പത്തിരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ ഈ കപ്പിന് ഒരു 6 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. വളരെ നൈസായിട്ടുള്ള വറുത്ത പൊടിയാണ് പത്തിരിക്ക് ഏറ്റവും നല്ലത്. തരിച്ചിട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാനാണ് ഇത്ര കൂടുതൽ പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ പൊടി എടുത്ത പാത്രത്തിന് അതേ അളവിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം എന്ന തോതിൽ വേണം നമ്മൾ എടുക്കാൻ. ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിക്കാം. അടി പരന്നൊരു പാത്രത്തിൽ വേണം നമ്മൾ പൊടി വാട്ടിയെടുക്കാൻ. എന്നാൽ പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ വെള്ളം എത്തുള്ളൂ. ചെറിയ പാത്രം എടുത്താൽ നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ വെള്ളം എത്തില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് അതിൽ ഉപ്പിട്ട് കൊടുക്കാം. പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് വാട്ടുന്നിടത്തും കുഴയ്ക്കുന്നിടത്തുമാണ്, ഇല്ലെങ്കിൽ നമ്മുടെ പണി പാളിപ്പോവും. ഇനി വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇങ്ങനെ വെതറിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊടി വെള്ളത്തിൻ്റെ മേലെ നിൽക്കാൻ വേണ്ടിയാണ്, ഇല്ലെങ്കിൽ അടി പിടിച്ചു പോകും. ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ആ കയ്യിൽ വെച്ച് അതിന് 3 കുഴി ഉണ്ടാക്കാം, അതുപോലെ. അപ്പോൾ വെള്ളം മേലോട്ട് തിളച്ച് വരും. അങ്ങനെ നല്ലോണം തിളച്ച് മേലോട്ട് ഇങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ അതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂടി വയ്ക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വളരെ ചെറിയ തിരിയിൽ നമ്മൾ പൊടി വാട്ടിയെടുക്കുക. ഒരു 7 മുതൽ 8 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. ഇങ്ങനെ വേവിക്കുന്നത് എന്താ വെച്ചാൽ പത്തിരി മുറിഞ്ഞു പോകാതിരിക്കുക. നമ്മൾ എടുത്ത് വെക്കുമ്പോൾ പത്തിരി മുറിഞ്ഞു പോകില്ല. ഇനി നമുക്ക് മൂടി തുറന്ന് പൊടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടി ഇട്ട ഉടനെ തന്നെ നമുക്ക് ഇളക്കിയാൽ കുഴപ്പമൊന്നുമില്ല. അത് അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് പത്തിരി ആയിട്ടൊക്കെ തന്നെ കിട്ടും. പക്ഷേ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഇത്രയും ദിവസം സൂക്ഷിച്ച് വെക്കാനാണെങ്കിലൊന്നും പറ്റില്ല, അപ്പോൾ പത്തിരി മുറിഞ്ഞു പോകും. ഇതുപോലെ നന്നായിട്ട് ഇളക്കി നമ്മൾ മൂടി വയ്ക്കുക. ഒരു മിനിറ്റോളം മൂടി വയ്ക്കുക. സ്റ്റവ് ഓഫാക്കിയിട്ട് വേണം മൂടി വയ്ക്കാൻ. പൊടി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. നമ്മൾ നല്ല ചൂടോടെ തന്നെ വേണം കുഴച്ചെടുക്കാൻ. ഞാൻ ഇതുപോലെ ഒരു തട്ടിൽ ഇങ്ങനെയാണ് കുഴയ്ക്കുന്നത്. ഇത് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഞാനിവിടെ ചെറിയ കപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് ഇതതുപോലെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അമർത്തി എടുക്കുക. കാരണം ചൂടോടെ നമുക്ക് കൈ പൊള്ളുമല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്യാം. നന്നായിട്ട് അമർത്തി നമ്മളിങ്ങനെ എടുക്കുക. എന്നിട്ട് ഒരു സ്റ്റീലിൻ്റെ ചട്ടുകം, ഇതുപോലെ ഒരു പരന്ന ചട്ടുകം എടുത്തിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചൂടാറുവോളം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളം ഇങ്ങനെ കുടഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്യാം. പത്തിരി ഇതുപോലെ ചൂടോടെ കുഴച്ചെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച രീതിയിൽ പത്തിരി നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി ചൂട് പാകമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ നനച്ചിട്ട് വേണം നമ്മൾ കുഴയ്ക്കാൻ. എങ്കിൽ പത്തിരി നമ്മൾ വിചാരിച്ച പോലെ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. വെള്ളം കുറഞ്ഞാലും പത്തിരി ബലം വെച്ച് പോകും. അപ്പം വെള്ളം ഇങ്ങനെ തൊട്ടിട്ട് നന്നായിട്ട് തന്നെ കുഴയ്ക്കണം. ഇത് പത്തിരിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുഴക്കിൽ നല്ലോണം നന്നാവണം. എങ്കിലേ ആരും വിള്ളാതെ, ഇങ്ങനെ അറ്റം വിള്ളാതെ നല്ല രീതിയിൽ നല്ല റൗണ്ട് ഷേപ്പിൽ പത്തിരി നമുക്ക് കിട്ടുള്ളൂ. പത്തിരി നല്ല സോഫ്റ്റ് ആവണം നമ്മൾ ഇതുപോലെ കുഴയ്ക്കുക. ഇതപ്പോൾ ഇങ്ങനെ വിരൽ തൊടുമ്പോൾ കണ്ടോ, അതിങ്ങനെ താഴ്ന്നു പോകുന്ന അത്രയും സോഫ്റ്റ് ആവണം. ഇനി ചെറിയ ബോളാക്കി കുറച്ച് വെള്ളം കയ്യിൽ തൊട്ടിട്ട് നമ്മളിതുപോലെ പത്തിരി ഇങ്ങനെ നീളത്തിൽ നീട്ടി വയ്ക്കുക. ഇങ്ങനെ ചെറിയ ബോളായിട്ട് നമുക്ക് ഉരുട്ടാൻ എളുപ്പത്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ വയ്ക്കുക. ഇനി ഒരു കാറ്റ് തട്ടാത്തൊരു പാത്രത്തിൽ നമ്മൾ മൂടി വയ്ക്കുക. ഇല്ലെങ്കിൽ പത്തിരി ബലം വെച്ച് പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്.
ഇനി നമ്മൾ പത്തിരി അമർത്താൻ പോകണം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ പൊടി, പ്രസ്, പത്തിരി ഉരുളകളാക്കി വെച്ച് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. ഇതുപോലെ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് വേണം നമ്മളിങ്ങനെ ഉരുട്ടി വെക്കാൻ. അല്ലെങ്കിൽ പത്തിരി ബലം വെച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാറ്റ് തട്ടിയാൽ വേഗം ബലം വയ്ക്കും. അപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ട് ഉരുട്ടി വെക്കുക. അങ്ങനെ ഓരോന്ന് നമ്മൾ എടുക്കുന്നതും ഇതുപോലെ ചെയ്യുക. ഓരോ നീളം നമ്മൾ എടുക്കുമ്പോഴും കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല പത്തിരിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി പ്രസ്സിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഓരോ ഉരുളകളും നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ ആ പൊടിയിലൊന്ന് മുക്കി ഒരു വലിയ തളികയിൽ നമ്മളിതുപോലെ ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഒരു 5-6 ഇതുപോലെ ഇതുപോലെ മാറ്റി വെച്ചിട്ട് നമ്മൾ അതേപോലെ അപ്പോഴേ പൊടി തട്ടിക്കൊട്ടണം. കുറേ വൈകി കഴിഞ്ഞാൽ ആ പൊടിയൊക്കെ അതിൽ പിടിച്ചു പോകും. അപ്പോൾ അധികം വൈകാതെ നമ്മൾ തട്ടിക്കൊട്ടണം. ഇങ്ങനെ ഇതുപോലെ മുക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് നമ്മളിങ്ങനെ വയ്ക്കുക. നമ്മൾ അമർത്തിയ പത്തിരിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഒന്നുകൂടെ പരത്തിയെടുക്കുന്ന പത്തിരിയായിരിക്കും. അത് ഒന്നുകൂടെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. നമ്മൾ അമർത്തി വെച്ച പത്തിരി ഉണ്ടല്ലോ, അതന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തിയെടുത്താൽ മതി. എന്നിട്ടൊന്നിങ്ങനെ പൊടി തട്ടിക്കൊടുക്കുക. നമ്മൾ പ്രസ്സിൽ അമർത്തിയ പത്തിരിയും ഇതുപോലെ പരത്തിയ പത്തിരിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഒരുപാട് പൊടിയൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ആ പൊടി ഒന്ന് തട്ടി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പത്തിരി ചുടുമ്പോൾ ആ പത്തിരിക്കല്ലിൽ മുഴുവൻ പൊടി ഉണ്ടാവും. അപ്പോൾ പത്തിരി ചുവന്നു പോവും. അപ്പോൾ പത്തിരി ഇങ്ങനെ എപ്പോഴും തട്ടിയിട്ട് വേണം ഓരോന്ന് നമ്മളിതുപോലെ വെക്കാൻ. ഇത് ഞാൻ പ്രസ്സിൽ അമർത്തിയ പത്തിരിയാണ്. അതിൽ ഒരുപാട് പൊടി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തട്ടണം. ഓരോന്ന് നമ്മളിങ്ങനെ തട്ടി വയ്ക്കുക. പലർക്കും തട്ടിക്കൊട്ടൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ത്രൂ പ്രാക്ടീസിലൂടെ മാത്രമേ അത് ശരിയായിട്ട് വരുള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഒരു കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തട്ടിക്കൊട്ടുക, മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ തട്ടുക, വീണ്ടും ഒരു കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുക. നമ്മൾ നല്ലോണം വാട്ടി അത് വേവിച്ചിട്ട് ഇതുപോലെ നല്ലോണം കുഴച്ചെടുത്തുകൊണ്ട് വെള്ളം കൂട്ടി നല്ലോണം കുഴച്ചെടുത്തുകൊണ്ടാണ് കണ്ടല്ലോ നമ്മുടെ പത്തിരി നല്ല പെർഫെക്റ്റ് ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അറ്റൊന്നും വിള്ളാതെ പെർഫെക്റ്റായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ, കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. വെള്ളം ഒരുപാട് കൂടി പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ പത്തിരി ഒട്ടിപ്പോവുകയും ചെയ്യും. ഇത് ഞാൻ പ്രസ്സിൽ അമർത്തിയെടുത്ത പത്തിരിയാണ്. കണ്ടോ, അതിൻ്റെ നടുഭാഗം പൊന്തിയിരിക്കുന്നു, നടുവല്ലാണ്ട് ഇതിട്ടുണ്ടാവില്ല. ഇത് ഞാൻ പരത്തിയെടുത്തതാണ്. കണ്ടോ, ആ പരത്തിയ പത്തിരിയും പ്രസ്സിൽ അമർത്തിയ പത്തിരിയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടില്ലേ. ഇന്ന് ഞാൻ പത്തിരി ചൂടാൻ പോകുന്നത് അടുപ്പിൽ ഇരുമ്പ് കല്ല് വെച്ചിട്ടാണ്. കല്ല് നല്ലോണം ചൂടായതിന് ശേഷം ഓരോ പത്തിരി അതിലിട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ മൺചട്ടിയിലും ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും പത്തിരി. ഇനി നല്ലോണം ചൂടായതിന് ശേഷം ഒരു ചെറിയ പുക ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് ചൂടാവരുത്. ഇതുപോലെ ഇട്ടൊന്ന് വാടിയതിന് ശേഷം നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിൽ ചെറിയ ബബിൾസ് വരും. ചെറിയ പൊള്ളങ്ങൾ വരുമ്പോൾ നമ്മൾ വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പത്തിരി ഒറ്റ പൊള്ളനായിട്ട് വരും. പത്തിരി ഒരിക്കലും ചോക്കാൻ പാടില്ല. അതിനാണ് നമ്മൾ പത്തിരി തട്ടിക്കൊട്ടിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൻ്റെയും ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണം നമ്മൾ പത്തിരി ചുട്ടെടുക്കാൻ. പത്തിരിക്കല്ലാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വരും. നമ്മളെ വല്യമാർ പണ്ടും അറിയുമല്ലോ, പണ്ടത്തെ പത്തിരിൻ്റെ രുചിയൊന്നും വേറെ തന്നെയെന്ന് പറയുമല്ലോ. നമ്മൾ നോൺ സ്റ്റിക്കിലൊന്നും ചുട്ടെടുത്താലൊന്നും ആ ഒരു ടേസ്റ്റ് വന്നോളണമെന്നില്ല. ഇതാ കണ്ടില്ല, നമ്മളെ പത്തിരി നല്ല ഒറ്റ പൊള്ളനായിട്ട് വരുന്നുണ്ട്. നമ്മളിങ്ങനെ പരത്തി വെച്ച പത്തിരി നമുക്ക് ഒരു 8 മണിക്കൂർ വരെ കേടുവരാണ്ടിരിക്കും, പുറത്തിരിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ചുടുന്നതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ പുറത്തോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് മൂടി തുറന്ന് വെക്കുക, അല്ലെങ്കിൽ വെള്ളം ഇറങ്ങിപ്പോവും. എന്നാൽ ചുട്ടെടുത്താലും ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി പത്തിരി ആയിരിക്കും. കണ്ടില്ലേ, നമ്മുടെ അടിപൊളി സോഫ്റ്റായിട്ടുള്ള പത്തിരി. ഇത് നമുക്ക് പിറ്റേ ദിവസം വരെ ഇതുപോലെ സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ പത്തിരി ഇരിക്കും. നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ, മട്ടൻ കറിയുടെ കൂടെ, ഫിഷ് കറിയോ തേങ്ങാപ്പാലോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ പത്തിരി ഉപയോഗിക്കാം. സത്യത്തിൽ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു.
അപ്പോൾ മാക്സിമം ഷോർട്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷേ പത്തിരി ആണ്ട് ഇതിലും കൂടുതൽ ഷോർട്ടാക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം നിങ്ങൾക്കിത് മനസ്സിലാവും കൂടെ വേണമല്ലോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം മേലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷെറിൻ.